ഗുഡ് ഈവനിങ്, കേൾക്കാലോ അല്ലേ? ഓക്കെ, നമ്മൾ ഇന്നലെ നോക്കിയത് സിവിൽ സർവീസിന്റെ 3 സർവീസുകളെ കുറിച്ചിട്ടാണ്. ഓൾ ഇന്ത്യ സർവീസ് നോക്കി, സെൻട്രൽ സർവീസ് നോക്കി, സ്റ്റേറ്റ് സർവീസസ് നോക്കി. ഇന്ന് നമ്മൾ ഈ പറയുന്ന പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ സിവിൽ സർവീസിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആസ്പെക്ട്സ് എന്തൊക്കെയാണ്, ഭരണഘടനയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ സിവിൽ സർവീസിനായിട്ട് പറഞ്ഞിരിക്കുന്നത്, എംപ്ലോയീസിന്റെ കാര്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഭരണഘടന പ്രകാരം പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്കിത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ. അത് തന്നെ നിങ്ങൾക്ക് ഡയറക്ട്ലി നിങ്ങളുടെ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾസ് പഠിക്കാം. അതിനുശേഷം നമുക്ക് ഇതിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടി ഇന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എന്നുള്ളത്. ഭരണഘടനയിൽ ഈ പറയുന്ന സിവിൽ സർവീസും എംപ്ലോയീസിന്റെ കാര്യങ്ങളൊക്കെ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. ഭരണഘടനയുടെ പാർട്ട് 14, അതായത് ഭാഗം 14 ആർട്ടിക്കിൾ 308 മുതൽ 314 വരെയാണ് ആക്ച്വലി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോ ഭരണഘടനയിലെ ഭാഗം 14 ആർട്ടിക്കിൾ 308 മുതൽ 314 വരെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ സിവിൽ സർവീസിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് 314 വരെയുള്ള ആർട്ടിക്കിൾസ് നമുക്ക് പഠിക്കാനില്ല. നമുക്ക് ആകെ പഠിക്കാനുള്ളത് 313 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ്. ഒരു ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാനില്ല. ഓക്കെ, സൗണ്ട് ഡിസ്റ്റർബൻസ് എന്തെങ്കിലും ഉണ്ടോ? കുഴപ്പമില്ലല്ലോ, കാരണം തൊട്ടപ്പുറത്ത് കേൾക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. അപ്പൊ എനിക്ക് ഒരു ഡിസ്റ്റർബൻസ് പോലെ തോന്നുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളോട് ചോദിച്ചു. കുഴപ്പമില്ലല്ലോ അല്ലെ? ഓക്കെ, കുഴപ്പമില്ലെങ്കിൽ പ്രശ്നമില്ല. അപ്പോ 308 മുതൽ 313 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് പഠിക്കാനുള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 308. നോക്കുക, ആർട്ടിക്കിൾ 308 സ്ക്രീനിൽ കാണുന്നുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ആർട്ടിക്കിൾ 308, ഇന്റർപ്രിട്ടേഷൻ ഇൻ ദിസ് പാർട്ട് അൺലെസ് ദ കണ്ടക്ട്സ് അതർവൈസ് റിക്വയർസ് ദ എക്സ്പ്രഷൻ സ്റ്റേറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ എന്നാണ്. അതായത് ഈ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 308 ജമ്മു കാശ്മീരിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള അതിനെ ഈ പറയുന്ന ആ പദവിയൊക്കെ എടുത്ത് മാറ്റുന്നതിന് മുമ്പൊക്കെ ഉള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 308. ഇവിടെ പറയുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആർട്ടിക്കിൾ 12 പറഞ്ഞില്ലേ? ആർട്ടിക്കിൾ 12 നമ്മൾ പറഞ്ഞു. ഇപ്പൊ എന്താ അതിനകത്ത് നോക്കിയേ ആർട്ടിക്കിൾ. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 36 നമ്മൾ പഠിച്ചില്ലേ? ആർട്ടിക്കിൾ 12 പറഞ്ഞു, ആർട്ടിക്കിൾ 36 പറഞ്ഞു. ഈ രണ്ട് ആർട്ടിക്കിൾസ് നമ്മൾ എന്താ കണ്ടേ? ഡെഫിനിഷൻ ഓഫ് എ സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ അന്ന് ആ ക്ലാസ് എടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. ആർട്ടിക്കിൾ 308 വരുമ്പോഴും നിങ്ങൾ ഈ സെയിം കാര്യം തന്നെ നിങ്ങൾ ഇതിനകത്ത് പഠിക്കും. ഡെഫിനിഷൻ ഓഫ് എ സ്റ്റേറ്റ് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ആ രണ്ട് കാര്യങ്ങളിൽ നിന്നും വിഭിന്നമായിട്ട് ഇതിൽ നിന്ന് വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഏത് ഭാഗത്ത് കിടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറഞ്ഞു.
കാര്യം ആർട്ടിക്കിൾ 12 പറയുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഒക്കെ നിർവചിക്കാൻ വേണ്ടി അവിടെ എന്താണ് സ്റ്റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ സ്റ്റേറ്റ് നിർവചനം ആയിരിക്കില്ല ഇവിടെ നമുക്ക് വരുന്നത് ആർട്ടിക്കിൾ 308. ഇവിടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിവിൽ സർവീസുകാരുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദവുമായിട്ട് ബ്യൂറോക്രസി ആയിട്ട് ബന്ധപ്പെട്ട അർത്ഥത്തിൽ വരുന്ന സ്റ്റേറ്റ് എന്നുള്ളത് കൊണ്ട് എന്താണ് എന്നാണ് ഇവിടെ നമുക്ക് അർത്ഥമാക്കുന്നത്. അതിന്റെ നിർവചനമാണ് ആർട്ടിക്കിൾ 308 വരുന്നത്. എന്താണ് ആർട്ടിക്കിൾ 308 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർപ്രിട്ടേഷൻ ആണ്. ഇന്റർപ്രിട്ടേഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡെഫിനിഷൻ ഓഫ് എ സ്റ്റേറ്റ് എന്നുള്ളതാണ്. അതായത് രാഷ്ട്രം എന്താണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 308 എന്ന് പറയുന്നത്. അത് പ്രകാരമാണ് ഈ സ്റ്റേറ്റിന് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരെ മാറ്റാനും അവരുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ടെന്നൊക്കെയാണ് ഈ 308 മുതൽ 313 വരെയുള്ള ആർട്ടിക്കിൾസിൽ പറയുന്നത്. അപ്പൊ അത് പറയുമ്പോൾ ആരാണ് ഈ സ്റ്റേറ്റ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് ഇന്റർപ്രിട്ടേഷൻ എന്നുള്ളത് കൊടുത്തിരിക്കുന്നത് ആർട്ടിക്കിൾ 308. ഡെഫിനിഷൻ ഓഫ് എ സ്റ്റേറ്റ് എന്ന് പഠിച്ചാൽ മതി. ഇന്റർപ്രിട്ടേഷൻ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ എന്താണെന്ന് മനസ്സിലാവില്ല. ഡെഫിനിഷൻ ഓഫ് എ സ്റ്റേറ്റ് തന്നെ പഠിക്കണം. പക്ഷെ അത് ആ ഡെഫിനിഷൻ ഓഫ് എ സ്റ്റേറ്റ് ആർട്ടിക്കിൾ 12, 36 നിന്നും വ്യത്യാസമാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 308 എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. 308 ക്ലിയർ ആയോ? ആരും പോയോ? ആരുല്ലേ? ഓക്കെ. ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട് ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ വചനം എന്തിൽ ഉൾക്കൊള്ളുന്നില്ല? ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു കാശ്മീർ. ഇതിനു മുമ്പും ജമ്മു കാശ്മീർ എന്നുള്ള കാര്യം ഇതിനകത്ത് പറയുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ. ഓക്കെ. ഇനി അടുത്ത ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 309. ഇത് എന്താണ് ഇതിന്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതൊക്കെ ഓഫ്ലൈനിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവർക്ക് അപ്പൊ ഒക്കെ മനസ്സിലാവും. അത് കഴിഞ്ഞ് പരീക്ഷയ്ക്ക് തൊട്ടടുത്ത ദിവസം ഞാനിത് പരീക്ഷ ഇടും അവർക്ക്. ആ സമയത്ത് ഇതൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ആർട്ടിക്കിൾ 308 എന്താ 309 എന്താന്നൊക്കെ പറഞ്ഞ ആകാശത്തേക്ക് നോക്കിയിരിക്കുന്ന കാഴ്ചയാണ് ഞാൻ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കാര്യത്തിലും അത് അതിൽ നിന്ന് വിഭിന്നമൊന്നും ആയിരിക്കില്ല എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ കേൾക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഇത് കാര്യങ്ങളൊക്കെ പഠിച്ചു പോകും. നിങ്ങൾ അവർ തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഇത് ഒരു 99% ആളുകൾക്കും പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതൊക്കെ ഇങ്ങനെ ക്ലാസ്സിലിരിക്കുമ്പോൾ ഒക്കെ മനസ്സിലാവും. പിന്നെ അതിന്റെ യൂസേജ് നമ്മൾ ചെയ്യില്ല, റിപ്പീറ്റേഷൻ ചെയ്യില്ല, റിവിഷൻ ചെയ്യില്ല. എന്താ 308 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആർട്ടിക്കിൾ 12 എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞിരിക്കും. അപ്പോൾ അത് ഉണ്ടാവരുത്. ആർട്ടിക്കിൾ 309 അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ആർട്ടിക്കിൾ ആണ്. റിക്രൂട്ട്മെന്റ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് പേഴ്സൺസ് സെർവിങ് ദ യൂണിയൻ ഓർ എ സ്റ്റേറ്റ്. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം വന്നു കണ്ടില്ലേ? അപ്പൊ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോ എന്താണ് സ്റ്റേറ്റ് എന്നുള്ളത് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 308 എന്നുള്ളത് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച ആർട്ടിക്കിൾ. ഓക്കെ. ഇവിടെ നോക്ക് ആർട്ടിക്കിൾ 309 ഒന്ന് വായിക്കുക. അതിന്റെ ഹെഡിങ് തന്നെ പറയുന്നത് എന്താ? റിക്രൂട്ട്മെന്റ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ്. അതായത് ഇവരുടെ റിക്രൂട്ട്മെന്റിനെ കുറിച്ചിട്ടും അതായത് സർവീസിലേക്ക് എടുക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടും അവരുടെ സർവീസ് കണ്ടീഷൻസിനെ കുറിച്ചിട്ടും പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 309 എന്ന് പറയുന്നത്. ഇത് വായിച്ചു നോക്ക്. കാണാൻ പറ്റുന്നുണ്ടോ? സൂം ചെയ്യട്ടെ. ഒന്ന് വായിച്ചു നോക്ക്. ഓക്കെ, വായിക്കുക കേട്ടോ. ഓക്കെ, ഞാൻ വായിക്കാം.
subject to the provisions of this constitution, acts of the appropriate legislature may regulate the recruitment and conditions of service of persons appointed to public service and post in connection with the affairs of the union of any or of any state, provided that it shall be competent for president or such person as he may be direct in the case of services and post in connection with the affairs of union, and for the governor of a state or such person as he may direct in case of services and post in connection with the affairs of state, to make rules regulating the recruitment and conditions of service of persons appointed to such service and post until provision in that behalf is made by or under an act of the appropriate legislature under this act article, and any rule so made shall have effect subject to the provisions of any act. നിങ്ങളിത് കാണാപ്പാടൊന്നും പഠിക്കണ്ട, നിങ്ങളിത് കാണാൻ വേണ്ടിയിട്ട് മാത്രം, നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടുപരിചയം ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഈ ആർട്ടിക്കിൾ ഫുള്ള് നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതേ വേർഡിങ്സ് ആണ് നിങ്ങളിപ്പോൾ വായിച്ചത്. നമുക്കിത് മൊത്തം ഒന്നും കാണാപ്പാടൊന്നും പഠിക്കണ്ട, എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ആർട്ടിക്കിൾ 309 പറയുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റ് ആൻഡ് സർവീസ് കണ്ടീഷൻസ് ഓഫ് പേഴ്സൺസ് ആണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 309 പറയുന്നത്. അപ്പൊ ഞാനത് ഷോർട്ട് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്, അത് നോക്കുക. പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ടു റെഗുലേറ്റ് റിക്രൂട്ട്മെന്റ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ്. അതായത് ഈ പറയുന്ന സെൻട്രൽ സർവീസിലും സ്റ്റേറ്റ് സർവീസിലും ഓൾ ഇന്ത്യ സർവീസിലും ഒക്കെ ജോലി എടുക്കുന്ന ആളുകളുടെ സർവീസ് കണ്ടീഷൻസും റിക്രൂട്ട്മെന്റും റെഗുലേറ്റ് ചെയ്യാനുള്ള അധികാരം എന്ന് പറയുന്നത് പാർലമെന്റിനും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലും നിക്ഷിപ്തമായിരിക്കും എന്നാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 309 പറയുന്നത്. ഇൻ കേസ് ഇവർ രണ്ടുപേരും ഈ റൂൾസും കാര്യങ്ങളൊന്നും എഴുതിയില്ല എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അവരതൊന്നും ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിലോ, അത് ഉണ്ടാക്കിയിട്ടില്ല, അങ്ങനെ ഒരു നിയമം നിലവിലില്ല, അല്ലെങ്കിൽ അവരങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അവസരത്തില് ഒന്നുകിൽ പ്രസിഡന്റിനോ അല്ലെങ്കിൽ ഗവർണർക്കോ നിയമനിർമ്മാണം സാധ്യമാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 309 എന്ന് ഉള്ളത്. PSC ചോദ്യം ചോദിച്ചിട്ടുള്ള കാര്യമാണ്, ഓർത്ത് വെക്കുക. ഓക്കെ, അതായത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെന്റിനും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനുമാണ് ഇവരുടെ റിക്രൂട്ട്മെന്റും സർവീസ് കണ്ടീഷൻസും റെഗുലേറ്റ് ചെയ്യാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം ഉള്ളത്. ഇൻ കേസ് ഇങ്ങനത്തെ നിയമങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രസിഡന്റിനോ ഗവർണർക്കോ ഈ നിയമങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള അധികാരമുണ്ട് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 309. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു റിക്രൂട്ട്മെന്റ് ആൻഡ് സർവീസ് കണ്ടീഷൻസ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് ആദ്യം നമ്മൾ അറിയേണ്ടത് എന്താണ്, എങ്ങനെയാണ് ഒരാളെ സർവീസിലേക്ക് റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് നമുക്ക് നോക്കാം. ഒരാളെ സർവീസിലേക്ക് റിക്രൂട്ട് ചെയ്യാനായിട്ട്, റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് റിക്രൂട്ട്മെന്റ് ഉള്ളത്. ഏതൊക്കെ വഴിയിൽ ഒരാളെ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരാള് പരീക്ഷ എഴുതിയിട്ട് ഗവർണർ അല്ലെങ്കിൽ ആ അപ്പോയിന്റിങ് അതോറിറ്റി അയാൾക്ക് നിർദ്ദേശം നൽകി അല്ലെങ്കിൽ അയാൾക്ക് രേഖാമൂലം കത്ത് കൊടുത്ത് അയാളെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്ന പദ്ധതിയാണ് ഈ പറയുന്ന അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നതാണ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പ്, നമ്മുടെ UPSC PSC ഒക്കെ നടത്തുന്ന കാര്യങ്ങൾ നമുക്ക് പറയുന്നതാണ് സെലക്ഷൻ. സെലക്ഷന് ശേഷമാണ് സാധാരണഗതിയിൽ ഭൂരിഭാഗം കേസിൽ അപ്പോയിന്റ്മെന്റ് നടക്കുകയുള്ളൂ. പക്ഷെ അതല്ലാണ്ടും അപ്പോയിന്റ്മെന്റ്സ് നടക്കുന്നുണ്ട്. സെലക്ഷൻ എന്നുള്ള ആ ഒരു പ്രോസസ്സ് ഇല്ലാതെ തന്നെ അപ്പോയിന്റ്മെന്റ്സ് പലപ്പോഴും നടക്കുന്നുണ്ട്. പണ്ടൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അപ്പോയിന്റ്മെന്റ്സ് സെലക്ഷന്റെ ബേസിസിൽ നിന്നല്ല. UPSC PSC ഒക്കെ ഉള്ളതിന് മുമ്പും അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അതേപോലെ തന്നെ മൂന്നാമത്തെയാണ് ഡെപ്യൂട്ടേഷൻ എന്നുള്ളത്. ഡെപ്യൂട്ടേഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ ഇന്നലെ വിശദമായിട്ട് പറഞ്ഞ കാര്യമാണ്. നമുക്ക് പ്രതിനിധിയായിട്ട് പോവുക എന്നുള്ളതാണ് ഡെപ്യൂട്ടേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സ്ഥലം മാറുകയോ അല്ലെങ്കിൽ സ്ഥാനം കൂടുകയോ ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ പ്രൊമോഷൻ എന്ന് പറയുന്നത്. അതായത് പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ സ്ഥലം മാറി പോകേണ്ടി വരും. സ്ഥലം മാറിയൊക്കെ പോണത് ഭൂരിഭാഗം കേസിലും പ്രൊമോഷൻ ആയിട്ടാണ്. അതായത് നമ്മുടെ റാങ്കിൽ നിന്ന് ഉയർന്ന റാങ്കിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കുകയോ സ്ഥാനക്കയറ്റം ലഭിക്കുകയോ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊമോഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ലാസ്റ്റ് ആണ് അപ്പോയിന്റ്മെന്റ് ബൈ ട്രാൻസ്ഫർ. നമ്മളിപ്പോ PSC ഒക്കെ എക്സാംസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്
നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് ബൈ ട്രാൻസ്ഫർ വേക്കൻസീസ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ബൈ ട്രാൻസ്ഫർ പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ മെനുവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് എന്ന് പറയുന്നത് ഈ ബൈ ട്രാൻസ്ഫർ എന്നുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ജോലിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ പരീക്ഷ എഴുതി അവർക്കുള്ള 40 വയസ്സ് വരെയൊക്കെ എഴുതാം അവർക്ക്. അപ്പൊ ആ ഒരു പ്രോസസ്സിനാണ് ഈ ബൈ ട്രാൻസ്ഫർ എന്നുള്ളത് കൊണ്ട് പറയുന്നത്. അത് ഒരു ഡിപ്പാർട്ട്മെന്റിൽ കയറി ഇരുന്നിട്ട് തന്നെ വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വേറെ ഉയർന്ന പോസ്റ്റുകളിലേക്ക് പോകുന്ന ആ ഒരു പദ്ധതിനെയാണ് നമ്മൾ ബൈ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ ബൈ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ മെത്തേഡ്സ് ഒക്കെ നോക്കിയേ, അപ്പോയിന്റ്മെന്റ് ബൈ ട്രാൻസ്ഫർ ആയാലും പ്രൊമോഷൻ ആയാലും ഡെപ്യൂട്ടേഷൻ ആയാലും സെലക്ഷൻ ആയാലും അപ്പോയിന്റ്മെന്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ എന്തായി കഴിഞ്ഞാലും ഒരു ജോലിയിലേക്ക് പുതിയതായിട്ട് ഒരാൾ പ്രവേശിക്കുകയല്ലേ. അപ്പൊ ഇതിനെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് എന്നുള്ളത് കൊണ്ട് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇനി ലാസ്റ്റത്തെ ഒരു പോയിന്റ് കൂടിയാണ് ഇതിനകത്തുള്ളത്. ഇവർക്ക് ഈ പറഞ്ഞ സർവീസ് കണ്ടീഷൻസിൽ ഇരിക്കുന്ന സമയത്ത് സർവീസ് കണ്ടീഷൻസ് എന്നുള്ളത് പറയുന്നത് റിക്രൂട്ട്മെന്റിന്റെ കാര്യം നമ്മളിപ്പോ നോക്കി. ഇനി അടുത്തതാണ് സർവീസ് കണ്ടീഷൻസിന്റെ കാര്യം. സർവീസ് കണ്ടീഷൻസ് എന്ന് ഉള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സർവീസിൽ കയറി കഴിഞ്ഞാൽ ആ തൊഴിലുടമ നമ്മൾക്ക് പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അനുസരിക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. അതായത് ഗവൺമെന്റ് ജോലിയിൽ കയറി ഇരുന്നിട്ട് തൊഴിലുടമ പറയാണ് നീ വേറൊരു ജോലിക്കും പോകാൻ പാടില്ല, എന്നെ തന്നെ എന്റെ ഒരു കൂലിക്കാരനായിട്ട് എപ്പോഴും നീ നോളണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ വേറെ ജോലിക്ക് പോകാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും ഗവൺമെന്റിന്റെ ദാസനാണ്. അതായത് 24 മണിക്കൂറും നമ്മൾ ഡ്യൂട്ടിയിലാണ് എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. അതായത് സർക്കാർ ജോലി എഴുതി ജോലിക്ക് കയറുന്ന ഒരാളുടെ ഡ്യൂട്ടി സമയം എന്ന് പറയുന്നത് 10 മണി മുതൽ 5 മണി വരെ അല്ല, അത് 24 മണിക്കൂറാണ്. അറ്റ് എനി ടൈം ഗവൺമെന്റ് ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ പോകാനുള്ള ബാധ്യത ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർക്ക് ഉണ്ട്. അതേപോലെ തന്നെ ഡ്യുവൽ ഇൻകം ഇതിനകത്ത് പ്രൊഹിബിറ്റഡ് ആണ്. അതായത് ഒരു സോഴ്സിൽ നിന്ന്, അതായത് ഗവൺമെന്റ് തരുന്ന സാലറി അല്ലാതെ കലാപരവും സാഹിത്യപരവുമായിട്ടുള്ള കഴിവുകളിലൂടെ അല്ലാത്ത രീതിയിലുള്ള ഒരു ഇൻകം ഈ പറയുന്ന ഗവൺമെന്റ് സർവീസിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഉള്ള റെസ്ട്രിക്ഷൻസ് ഈ പറയുന്ന സർവീസ് കണ്ടീഷൻസിൽ നമുക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ എപ്പോഴും അൾട്ടിമേറ്റ് അതോറിറ്റി ഈ പറഞ്ഞ ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിന് നമുക്ക് എത്രയധികം കാര്യങ്ങളും ഫ്രീഡം ഒക്കെ നമുക്ക് തരുന്നുണ്ടെങ്കിൽ കൂടിയും ഈ റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഇവിടെ ആപ്ലിക്കബിൾ ആണ്. അതേപോലെ തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ പൊളിറ്റിക്കൽ ആയിട്ടുള്ള പാർട്ടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ ഇതെല്ലാം ഈ പറയുന്ന ആണ്. ഇതൊക്കെ അനുസരിക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥനാണ് എന്നുള്ളതാണ് റീസണബിൾ റെസ്ട്രിക്ഷൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ ആർട്ടിക്കിൾ 309? കൃഷി ചെയ്യാം, കൃഷി ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ബിസിനസ് ചെയ്യാൻ പാടില്ല. പാർവതി ഒരു കാര്യം ചെയ്യും, പാർവതി ജോലിയൊക്കെ കിട്ടി ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്ത് നോക്ക്, ഇ കൊമേഴ്സ് വഴി വിറ്റ് നോക്ക്. കുറച്ച് ദിവസത്തേക്കൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. കുറെ കഴിയുമ്പോൾ ആൾക്കാർ വന്നു തുടങ്ങും വീട്ടില്. ക്ലിയർ അല്ലേ ആ കാര്യം? ആർട്ടിക്കിൾ 309 അപ്പൊ ഒന്നും കൂടി നോക്കാം. ആർട്ടിക്കിൾ 308 എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർപ്രിട്ടേഷൻ ആണ്. ഇന്റർപ്രിട്ടേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനിഷൻ ഓഫ് എ സ്റ്റേറ്റ് ആണ് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 308. 309 പറയുന്നത് റിക്രൂട്ട്മെന്റ് ആൻഡ് സർവീസ് കണ്ടീഷൻസ് ഓഫ് പേഴ്സൺസ് ആണ് ആർട്ടിക്കിൾ 309 പറയുന്നത്. അല്ല റിക്രൂട്ട്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെത്തേഡ്സ് ഓഫ് അപ്പോയിന്റിങ് എ പേഴ്സൺ ഇൻ ടു എ സർവീസ് ആണ് ഈ പറയുന്ന റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ പറയുന്ന സർവീസ് കണ്ടീഷൻസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് പറയുന്ന കണ്ടീഷൻസ് എന്തോ അതാണ് സർവീസ് കണ്ടീഷൻസ്. അത് പ്രകാരമുള്ള എക്സാമ്പിൾസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഒരു മിനിറ്റ് കേട്ടോ. ഹലോ. ആ സ്വാതി, 9 മണിക്ക് ക്ലാസ് നിങ്ങളുടെ ബാച്ചിൽ തന്നെയല്ലേ?
അല്ല, ഇപ്പൊ എനിക്ക് ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ആർട്ടിക്കിൾ 309 ചോദ്യം വരുന്ന മേഖലയാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലിയർ ആണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ശരി, അടുത്തതാണ് ആർട്ടിക്കിൾ 310. 310 നിങ്ങൾ വായിക്കുക, മൊത്തം കാണാപ്പാടൊന്നും പഠിക്കണ്ട, സിമ്പിൾ ആക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ഹെഡിങ് നോക്കുക, ടെന്യൂർ ഓഫ് ഓഫീസ് ഓഫ് പേഴ്സൺസ് സെർവിങ് ദ യൂണിയൻ ഓർ സ്റ്റേറ്റ്. എന്താ സുൽഫ, എന്ത് പറ്റി? ഇടയ്ക്ക് ഇവിടെ ഒന്ന് മാഷെന്ന് വിളിക്കണ്ടല്ലോ, എന്താ പ്രശ്നം? Tenure of office of persons serving the union or a state, except as expressly provided by this constitution. Every person who is a member of a defense service or of a civil service of the union or of an all India service or holds any post connected with defense or any civil post under the union holds the office during the pleasure of the president, and every person who is a member of civil service or state holds any civil post under a state holds office during the pleasure of the governor of the state. Notwithstanding that, person holding civil post under the union or state holds office during the pleasure of president, as the case may be, of the governor of state. Any contract under which a person not being a member of defense service or of an all India service or of civil service of the union or the state is appointed under this constitution to hold such post may, if president or governor, as the case may be, deems it is necessary in order to secure the service of person having special qualifications, provide for payment of him of compensation if before the expiration of an agreed period that post is abolished, or he is, for reasons not connected with many misconduct on his part, required to vacate that post. എന്തെങ്കിലും മനസ്സിലായ വായിച്ചിട്ട്? ഈ ഇംഗ്ലീഷൊക്കെ കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇതൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് 10th ലെവലിലേക്കൊക്കെ ഇതൊക്കെ വരും. ഇപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ലെങ്കിലും പരീക്ഷ ഇങ്ങനെ കിടക്കല്ലേ. ആദ്യമൊക്കെ PSC കിട്ടാനായിട്ട് എന്ത് എളുപ്പമായിരുന്നു. അത് കഴിഞ്ഞ് ഓരോരോ പരീക്ഷകൾ വരുമ്പോഴത്തേക്കും അതിന്റെ ടഫ്നെസ് കൂട്ടി 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 ഇങ്ങനെ വരും. വായിച്ചോ നിങ്ങള്? ഇവിടെ ആരുടെയും മറുപടി ഒന്നും കാണുന്നില്ലല്ലോ. സുൽഫ മാഷെന്ന് വിളിച്ചിട്ട് സുൽഫ വഴിക്ക് പോയെന്ന് തോന്നുന്നു.
ഇവിടെ നോക്കടാ. വായിച്ചു. ഓക്കെ, ഇവിടെ നോക്ക്. ആർട്ടിക്കിൾ 310 ഹെഡിങ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെന്യൂർ ഓഫ് ഓഫീസ് ഓഫ് പേഴ്സൺ സർവിംഗ് ദ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന. ടെന്യൂർ ഓഫ് ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താ? കാലാവധി എന്നർത്ഥം. അവരുടെ ഓഫീസ് കാലയളവ് എന്തോരം ഉണ്ടാവും. അതായത് നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ എത്ര നാൾ നമുക്ക് ആ ഒരു ജോലിയിൽ ഇരിക്കാം, അതാണ് ഈ പറയുന്ന ഓഫീസ്. ടെന്യൂർ ഓഫ് ഓഫീസ് എന്ന് പറയുന്നത് അതാണ്. എത്ര നാള് നമുക്ക് ആ ഒരു ജോലിയിൽ തുടരാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് എത്ര നാൾ വേണമെങ്കിലും എന്നുള്ളതല്ല, പ്ലഷർ ഓഫ് ഗവർണർ ഓർ പ്ലഷർ ഓഫ് പ്രസിഡന്റ് എന്നുള്ളതാണ്. പ്ലഷർ ഓഫ് പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റിന്റെ ഇഷ്ടം എത്രയാണോ അത്ര. ഇപ്പോ അതൊക്കെ ഇവർ ഈ പറഞ്ഞ സർവീസ് കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് ഓരോ കയറുന്ന സമയത്ത് എഴുതി വെക്കും. ആ എഴുതി വെക്കുന്നത് പ്രസിഡന്റിന്റെ നമ്മൾ പറഞ്ഞില്ലേ പ്രസിഡന്റിന് റൂൾസ് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അത് പ്രകാരം പ്രസിഡന്റിനും ഗവർണർക്കും ഒക്കെ അംഗീകൃതമായിട്ടുള്ള ഏജ് ലിമിറ്റ് വെച്ചിട്ടുള്ള ഒരു പീരീഡ് ആയിരിക്കും നമുക്ക് അവിടെ തരിക. ഇൻ കേസ് ഈ പറയുന്ന നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ട് നമുക്ക് ഈ പ്രസിഡന്റിനും ഗവർണർക്കും ഒന്നും നമ്മുടെ പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ നമ്മുടെ നടത്തിലോ ഇതൊന്നും ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടാവുന്നില്ല. അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസിലാണെന്നുണ്ടെങ്കിൽ പ്രസിഡന്റും, സ്റ്റേറ്റ് സർവീസിലാണെങ്കിൽ ഗവർണർക്കും ഇതൊന്നും ഇഷ്ടാവില്ല. നമ്മള് ഭയങ്കര ദുർനടപ്പാണ്, മോശമാണ് എന്നൊക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തു എന്നൊക്കെ ഉള്ള സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ഈ പ്രസിഡന്റിനും ഗവർണർക്കും നമ്മളെ പിരിച്ചുവിടാനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ് ഈ പറയുന്നത്. അതായത് അവരുടെ ഇഷ്ടാനുസരണം അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ പ്ലഷർ ഓഫ് ഗവർണർ എന്ന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, മലയാള ട്രാൻസ്ലേഷൻ വന്നത് എന്തായിരുന്നു എന്നറിയോ? എന്തോ ആനന്ദത്തിന്റെ ഇതോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടായിരുന്നു ട്രാൻസ്ലേഷൻ കൊടുത്തിരുന്നത്. അപ്പൊ അത് ഇംഗ്ലീഷ് തന്നെയൊക്കെ നോക്കി വെക്കുക. നമുക്ക് പ്രസിഡന്റിന്റെയോ അല്ലെങ്കിൽ ഗവർണറുടെയോ പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ് ഓർ പ്ലഷർ ഓഫ് ഗവർണർ എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ടെന്യൂർ ഓഫ് ഓഫീസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് അപ്പോയിന്റ്മെന്റ് തരുന്ന, ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമുക്ക് സർക്കാർ ജോലി കിട്ടിയെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ആരായിരിക്കും അപ്പോയിന്റ്മെന്റ് ലെറ്റർ തരുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് പഞ്ചായത്തിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടിയത്, നിങ്ങൾക്ക് ആരായിരിക്കും അപ്പോയിന്റ്മെന്റ് ലെറ്റർ തരുന്നത്? അല്ലെങ്കിൽ പോട്ടെ, റവന്യൂലാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വെക്കാം. റവന്യൂലാണ് എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ആരായിരിക്കും അപ്പോയിന്റ്മെന്റ് ലെറ്റർ സൈൻ ചെയ്യുന്നത്? റവന്യൂ ആണെങ്കിൽ കളക്ടർ. തെറ്റാണ് കേട്ടോ. റവന്യൂ ആണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഉള്ള സർക്കാർ ജോലിക്കാരുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ നമുക്ക് തരുന്നത് ഗവർണറാണ്. ഗവർണറുടെ ഓൺ ബിഹാഫ് ഓഫ് ഗവർണർ എന്ന് പറഞ്ഞിട്ടാണ് കളക്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് സൈൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് ഓർത്ത് വയ്ക്കുക. നമ്മുടെ അപ്പോയിന്റിംഗ് അതോറിറ്റി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോയിന്റിംഗ് അതോറിറ്റി ഗവർണറാണ്, ഡിസ്ട്രിക്ട് കളക്ടർ അല്ല. ഓക്കെ, കളക്ടർ അല്ല, ഗവർണറാണ് നമ്മളെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയവർ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അടിയിലുണ്ടാവും ഗവർണർ എന്ന് പറഞ്ഞിട്ട്. അതിന്റെ മുകളിലാണ് ഈ പറയുന്ന ഡിസ്ട്രിക്ട് കളക്ടറും കാര്യമൊക്കെ ഓൺ ദ ബിഹാഫ് ഓഫ് ഗവർണർ എന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ അപ്പോയിന്റിംഗ് അതോറിറ്റി ആരാണോ ആ അതോറിറ്റിക്കാണ് നമ്മളെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ് അതിന്റെ മീനിങ്ങും കൂടി ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ടെന്യൂർ ഓഫ് ഓഫീസ് എത്ര നാളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം, പ്ലഷർ ഓഫ് പ്രസിഡന്റ് ഓർ പ്ലഷർ ഓഫ് ഗവർണർ. അതാണ് ആർട്ടിക്കിൾ 310 പറയുന്നത്. ഫസ്റ്റ് കാര്യം. രണ്ടാമതൊരു കാര്യം കൂടി ഉണ്ട്. ഇൻ കേസ് എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളെ ജോലിക്ക് എടുത്ത് നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട് ആ ജോലിയിൽ നിന്ന് നമ്മളെ ഇറക്കി വിടുവാണ് അല്ലെങ്കിൽ ഇറക്കി വിടേണ്ട സാഹചര്യം വരുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കോമ്പൻസേഷൻ തരാനായിട്ട് ഈ പ്രസിഡന്റോ ഗവർണറോ ബാധ്യസ്ഥനാണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ കൂടിയാണ് ആർട്ടിക്കിൾ 310 എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ജോലിക്ക് കയറി, ടൈപ്പിസ്റ്റിന്റെ പോസ്റ്റിലാണ് നമ്മൾ ജോലിക്ക് എഴുതി, PSC എഴുതി നമുക്ക് ജോലി കിട്ടി. അപ്പൊ ഈ ടൈപ്പിസ്റ്റിന്റെ പോസ്റ്റ് ഇപ്പൊ എല്ലാവരും ഈ ക്ലർക്കുമാർക്കും അസിസ്റ്റന്റുമാർക്കും ഒക്കെ ടൈപ്പിംഗ് അറിഞ്ഞാലാണ് ഇപ്പൊ പ്രൊബേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. എന്റെ ഒക്കെ ബാച്ചിലൊന്നും അതൊന്നും വേണ്ടായിരുന്നു. നിങ്ങളുടെ ബാച്ചിലും അല്ലെങ്കിൽ എന്റെ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ബാച്ചിൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ് കൂടി അവർക്ക് പാസ്സാവണം. അത് മലയാളത്തിൽ ഇത്ര വേർഡ്സ് പെർ മിനിറ്റ് പാസ് ആയി കഴിഞ്ഞാലേ അവരുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുള്ളൂ. അത് എന്തിനാണ് അങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഡ്രാഫ്റ്റുകളും കാര്യങ്ങളും എല്ലാം അടിച്ച് ഓർഡറുകൾ ഇറക്കുന്നതെല്ലാം ഇപ്പോൾ ടൈപ്പിസ്റ്റ് അല്ല, നമ്മൾ സ്വന്തമായിട്ട് അസിസ്റ്റൻസ് തന്നെയാണ്. അതെങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ഡിജിറ്റൽ ഓഫീസാണ്, ഓഫീസാണ്. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള സാധനത്തിനകത്ത് ഓൾറെഡി ഇതെല്ലാം സെറ്റാണ്. ഈ പറയുന്ന ലെറ്റർ ഉണ്ടാക്കാനുള്ള ഫോർമാറ്റും ഓർഡർ ഉണ്ടാക്കാനുള്ള ഫോർമാറ്റും എല്ലാ ഫോർമാറ്റുകളും നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ലോഗിൻ ഐഡിയും പാസ്വേഡും ഒക്കെ തന്ന് നമ്മുടെ മുമ്പിൽ ഈ സിസ്റ്റം നമുക്ക് തന്നേക്കുവാണ്. ആ സിസ്റ്റം നമ്മുടെ തന്നിരിക്കുന്നതിനകത്ത് നമുക്ക് ആ ഓർഡർ ഉണ്ടാക്കിയാൽ പോരെ.
അത് ടൈപ്പ് ചെയ്ത് മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കാൻ ഇപ്പൊ എല്ലാവർക്കും അറിയാം. കമ്പ്യൂട്ടർ എല്ലാവരും പഠിച്ചേക്കുന്നതാണ്. പണ്ടത്തെ സ്റ്റൈലിൽ ഈ കീബോർഡ് നോക്കി മലയാളം ടൈപ്പിംഗ് മാത്രം അങ്ങനത്തെ ഒരു സിസ്റ്റം ഒന്നും ഇപ്പൊ വേണ്ട. അല്ലാണ്ട് തന്നെ പറ്റും. പക്ഷെ ഇപ്പൊ പ്രൊബേഷൻ പാസ്സാവുന്നവർക്ക് ഈ പഴയ സ്റ്റൈൽ ഓഫ് ടൈപ്പിംഗ് അറിയണം കേട്ടോ. കാരണം ആ എവിടെ കിടക്കുന്നത്, ഈ എവിടെ കിടക്കുന്നത്, എഫ് ജ എവിടെ, കാ എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ആ ആ, എല്ലാവർക്കും ഇങ്ങനെ ടൈപ്പിങ്ങിന്റെ ഇത് അറിഞ്ഞാലാണ് ഇപ്പോ പ്രൊബേഷൻ ആവുള്ളൂ. അപ്പൊ അങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്ന കാര്യം എന്താ, ടൈപ്പിസ്റ്റിന്റെ ജോലി അവിടെ ഇല്ലാതായി പോവാണ്. ഒരു ജോലി അവിടെ ഇല്ലാതായി പോയി. നമ്മളെയാണെന്നുണ്ടെങ്കിൽ ഇവര് അപ്പോയിന്റ്മെന്റ് ലെറ്ററും കാര്യങ്ങളൊക്കെ തന്ന് നമ്മളെ ജോലിക്ക് എടുത്തു. അപ്പൊ എന്താ അവിടെ നടക്കാൻ പറ്റുക? ഒന്നുകിൽ ഗവർണർ അല്ലെങ്കിൽ പ്രസിഡന്റ് നമുക്ക് കോമ്പൻസേഷൻ തരണം. എത്ര രൂപയാണ് കോമ്പൻസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് അവർ നമുക്ക് കോമ്പൻസേഷൻ തരും. അല്ലാത്ത സാഹചര്യത്തിൽ വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് കോമ്പൻസേറ്റീവ് ആയിട്ട് നമ്മളെ പുനർവിന്യസിക്കും. ഇവിടെ ജോലിയില്ല, നിന്നെ പോയി നീ ഇവിടെ നിൽക്ക്, നിനക്ക് വേറെ ജോലി തരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് പുനർവിന്യസിച്ച് കൊണ്ടുവന്നാക്കും. ഇതാണ് ആർട്ടിക്കിൾ 310 പറയുന്നത്. നമ്മുടേതല്ലാത്ത തെറ്റുകൾ കൊണ്ട് ആ പോസ്റ്റ് അബോളിഷ് ആവുകയോ നിർത്തലാക്കപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോമ്പൻസേഷൻ തരാനായിട്ട് ഇവർ ബാധ്യസ്ഥരാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 310. ക്ലിയർ ആയോ? രണ്ട് കാര്യങ്ങൾ ആർട്ടിക്കിൾ 310 ഒന്ന് പ്ലഷർ ഓഫ് ഗവർണറും, രണ്ട് കോമ്പൻസേഷനും. നോക്കുക, അടുത്തത് ആർട്ടിക്കിൾ 311. വായിക്കുക, ഹെഡിങ് വായിക്കുക. ഡിസ്മിസൽ, റിമൂവൽ ഓർ റിഡക്ഷൻ ഇൻ റാങ്ക് ഓഫ് പേഴ്സൺസ് എംപ്ലോയിഡ് ഇൻ സിവിൽ കപ്പാസിറ്റീസ് അണ്ടർ ദ യൂണിയൻ ഓർ എസ്റ്റേറ്റ്. ഓക്കെ, ഇത്രയും നേരെ രണ്ട് ആർട്ടിക്കിൾസിൽ നമ്മൾ നോക്കിയത് എന്താ? അവരുടെ സർവീസ് കണ്ടീഷൻസും റിക്രൂട്ട്മെന്റും നോക്കി, അവരുടെ ഓഫീസിന്റെ കാലാവധി നോക്കി. ഇനി ഓഫീസിൽ മാത്രം ഇരുന്നാൽ മതിയോ? അവർ ഇടയ്ക്കിടയ്ക്ക് ഡിസ്മിസലും കാര്യങ്ങളൊക്കെ കൊടുത്ത് പുറത്തുവിടണ്ടേ? ആ കാര്യം പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 311 എന്ന് പറയുന്നത്. ഒന്ന് വായിക്കുക. ഡിസ്മിസൽ, റിമൂവൽ ഓർ റിഡക്ഷൻ റാങ്ക് ഓഫ് പേഴ്സൺസ് എംപ്ലോയിഡ് ഇൻ സിവിൽ കപ്പാസിറ്റീസ് അണ്ടർ ദ യൂണിയൻ ഓർ സ്റ്റേറ്റ്. കുറച്ച് വലിയ സംഭവമാണ്, ജസ്റ്റ് വായിക്കുക. നിങ്ങൾ ഇതൊന്നും കാണാപ്പാടൊന്നും പഠിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. വായിക്കുക ആദ്യം. വായിച്ചോ? നോക്കുക.
ഇവിടെ പറയുന്ന കാര്യങ്ങള് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം ആർട്ടിക്കിൾ 311 അത്രയും വലിയ കാര്യത്തിലൊക്കെ എഴുതിയിരിക്കുന്ന ആകെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് അവർ എഴുതിയിട്ടുള്ളൂ. അത് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അപ്പോയിന്റ് ചെയ്തപ്പെട്ട അതോറിറ്റീനേക്കാളും താഴ്ന്ന ഒരു അതോറിറ്റി വെച്ചിട്ട് ഒരിക്കലും ഇയാളെ ഡിസ്മിസ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മളെ സർവീസിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ അപ്പോയിങ് അതോറിറ്റി ഗവർണറാണ്. ഒരിക്കലും നമുക്ക് മുഖ്യമന്ത്രിക്ക് നമ്മളെ പിടിച്ച് പുറത്താക്കാനായിട്ട് പറ്റൂല. അതേപോലെ തന്നെ അതിനേക്കാൾ താഴ്ന്ന അതോറിറ്റിയിലുള്ള ഡിസ്ട്രിക്ട് കളക്ടർക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ നിങ്ങളുടെ മേലുദ്യോഗസ്ഥനായിട്ടുള്ള തഹസിൽദാർക്കോ ഒന്നും നമ്മളെ പിടിച്ച് പുറത്താക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ എന്ന് വെച്ചാൽ ഇപ്പൊ ഗവർണറും പ്രസിഡന്റും ഒക്കെ പുറത്താക്കി എന്ന് വെക്കുക. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ തന്നെ അവിടെ നമുക്കുള്ള ഒരു അധികാരമാണ് റൈറ്റ് ടു ഹിയർ എന്നുള്ളത്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനും ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും ഉള്ള അവസരം നമുക്ക് നൽകണം. അതിനാണ് ഈ പറയുന്നത് റൈറ്റ് ടു ഹിയർ എന്നുള്ള കാര്യത്തിൽ പറയുന്നത്. ഓക്കെ, ഈ റൈറ്റ് ടു ഹിയർ എന്നുള്ളത് അതായത് എന്തിനാടാ മോനെ ഇപ്പൊ രണ്ടു പിള്ളേർ തമ്മിൽ അടികൂടിയെങ്കിൽ എന്താ ചെയ്യണ്ടേ? അവിടെ എന്തിനാ ആ പാർട്ടിയോടും ചോദിക്കണം, രണ്ടാമത്തെ പാർട്ടിയോടും ചോദിക്കണം. ആ രണ്ട് പാർട്ടിനോടും കൂടി ചോദിച്ചിട്ട് വേണം രണ്ടുപേരെയും എടുത്ത് വടിയെടുത്ത് അടിക്കണം എന്നുണ്ടെങ്കിൽ അടിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഒരാളുടെ ഭാഗം മാത്രം കേട്ടിട്ട് ഒരിക്കലും ആക്ഷൻ എടുക്കാൻ പാടില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. റൈറ്റ് ടു ഹിയർ അപ്ലൈ ചെയ്യും. പക്ഷെ റൈറ്റ് ടു ഹിയർ അപ്ലൈ ചെയ്യാത്ത സാഹചര്യം എപ്പോഴാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മളുടെ മേലിൽ ഒരു ക്രിമിനൽ ചാർജ് ചാർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതാ, നമ്മുടെ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു 2 വർഷം മുമ്പ് ഒരു വിസ്മയ കേസ് ഉണ്ടായിരുന്നു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കിരൺ എന്ന് പറഞ്ഞിട്ടൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ, ഒരു MVD ഉദ്യോഗസ്ഥൻ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിട്ടുള്ള കിരൺ എന്ന് പറഞ്ഞിട്ടുള്ള ഉദ്യോഗസ്ഥൻ, ശ്രീനാഥന്റെ പേരിൽ വിസ്മയ എന്നുള്ള കുട്ടി ആത്മഹത്യ ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോ ഓർമ്മയുണ്ടല്ലോ, ഫേമസ് ന്യൂസ് ആയിരുന്നു. അപ്പൊ ഈ കേസിൽ എന്താ സംഭവിച്ചത്? ഈ കിരണ് പറയാനുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനുള്ള സാഹചര്യവും കാര്യങ്ങളൊക്കെ കൊടുത്തോ കോടതിയല്ല ഗവൺമെന്റ് കൊടുത്തോ? അല്ലെങ്കിൽ ഗവർണർ അപ്പൊ തന്നെ പെട്ടെന്ന് അയാളെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, പ്ലേസ് എവിടെയായിരുന്നു? കൊല്ലത്ത് നിന്ന് എന്തോ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഈ ആളെ, കിരൺ എന്ന് പറയുന്ന ആളെ പെട്ടെന്ന് സർവീസിൽ നീക്കം ചെയ്തു. എത്ര പെട്ടെന്നാണ് അവിടെ ആ ഒരു പ്രോസസ്സ് നടന്നത്? അല്ലെങ്കിൽ കാലാകാലത്തോളം ഇങ്ങനെ ഒരു ക്രിമിനൽ ചാർജ് അയാളുടെ പേരിൽ ചാർത്തപ്പെട്ടതുകൊണ്ടാണ്. കാരണം ഡോവറി പ്രൊഹിബിഷൻ ആക്ട് പ്രകാരം ഉള്ള ക്രിമിനൽ ചാർജ് അയാളുടെ മേൽ വന്നു. അതുകൊണ്ടാണ് അയാളെ വേറൊരു കാര്യവും ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് പറ്റിയത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഗവർണറെ താഴെയുള്ള റാങ്കിലുള്ള ഒരാൾക്ക് ആ ആളെ ഡിസ്മിസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പൊ ഗവർണറുടെ ഓഫീസിലേക്ക് ഇപ്പൊ നമുക്ക് ഈ ഡിസ്മിസൽ കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും തീരുമാനമാവില്ല. ഇങ്ങനെ മാസങ്ങളും വർഷങ്ങളും ഒക്കെ ഇങ്ങനെ കിടന്ന് അവസാനം കാലാവധി ഇതൊക്കെ കഴിഞ്ഞ് ഒക്കെ കിടക്കും. ഫോർ എക്സാമ്പിൾ ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മുടെയൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന ഇതിനകത്ത് യൂണിവേഴ്സിറ്റികളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഗ്രാന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്രാന്റ് കിട്ടും, അല്ലെങ്കിൽ അവാർഡുകൾ സ്ഥാപിക്കുന്ന, എക്സാമ്പിൾ പറയാം, അവാർഡുകൾ സ്ഥാപിക്കുന്ന ഒരു ചടങ്ങല്ല. ഇപ്പൊ നിങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് അവാർഡ് വേണമെന്നുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ചെല്ലാം, ഒരു 1,00,000 രൂപ കവിയാത്ത ഒരു പൈസ ഇവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇടാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്, എന്റെ പേരിൽ എല്ലാ കൊല്ലം അവാർഡ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരിൽ എല്ലാ കൊല്ലം അവര് അവാർഡ് കൊടുക്കും. നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആളുടെ പേരിൽ അവാർഡ് കൊടുക്കും. പക്ഷെ ഈ അവാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണമെന്നറിയോ? ഗവർണറുടെ അംഗീകാരം വേണം. നമ്മൾ ഗവർണറുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ട് ഒരു കത്ത് അയച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസം 7 മാസം കഴിഞ്ഞാൽ ഒന്നും ആ സാധനം തിരിച്ചു വരില്ല. അപ്പൊ അത്രയും കാലാവധി, അത്രയും തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആ ഒരു ഓഫീസിലുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ഈ പറഞ്ഞ ചാർജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഇത് അയച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അത് തീരുമാനമായിട്ട് വരില്ല. എൻക്വയറി നടത്തി, അത് നടത്തി, ഇത് നടത്തിയൊക്കെ ഇങ്ങനെ കാലാകാലങ്ങളോളം ഇങ്ങനെ നടക്കേണ്ട വരും. അപ്പൊ ഒരിക്കലും അത് അങ്ങനെ അത്ര പെട്ടെന്ന് തീരുമാനമാവില്ല. ക്രിമിനൽ ചാർജ് വന്നതുകൊണ്ട് വേറെ തീരുമാനങ്ങളും ആരെയൊന്നും ചോദിക്കണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ അയാളെ പെട്ടെന്ന് തന്നെ ഇതാക്കി. ഓക്കെ, അതേപോലെ തന്നെ രണ്ടാമത്തെ കണ്ടീഷനാണ് അതോറിറ്റി സാറ്റിസ്ഫൈഡ്. അതോറിറ്റി സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറ്റകൃത്യം ഇന്ന ആള് ചെയ്തിട്ടുണ്ടെന്ന് സംശയമൊന്നും ഇല്ലാത്ത രീതിയിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന റൈറ്റ് ടു ഹിയറിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. അതായത് ന്യായീകരിക്കാനുള്ള തെളിവുകളും കാര്യങ്ങളൊന്നും ഇയാൾക്ക് ഹാജരാക്കാനില്ല എന്ന് ഇപ്പൊ ഈ ഗവർണറുടെ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ ഒക്കെ മുമ്പിൽ നടന്ന ഒരു കുറ്റകൃത്യമാണ്. അല്ലെങ്കിൽ ഗവർണറെ കരിയോയിൽ വാരി തേച്ചു എന്നോ അല്ലെങ്കിൽ കരിങ്കൊടി കാണിച്ചു എന്നൊക്കെ ഗവർണറുടെ മുമ്പിലൊക്കെ വന്നിട്ട് ഇന്ന് കാണുമല്ലേ. അപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ ഈ ആള് ചെയ്യുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൃത്യമായിട്ട് പോസ്റ്റുകൾ ഇടുക, ആവശ്യമില്ലാത്ത തരത്തിൽ രാജ്യത്തിന്
എന്താണ് കോട്ടം തട്ടുന്ന തരത്തിൽ ഭീകരവാദ പ്രഖ്യാപനങ്ങൾ നടത്തുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്ക്രീൻഷോട്ട്, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അല്ല, ഇത് ഗവർണർ കാണുവാണ്, ഗവർണറുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ചെയ്യാണ്, വീഡിയോ ഉണ്ട് കൃത്യമായിട്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ റൈറ്റ് ടു ഹിയർ അവിടെ അപ്ലൈ ചെയ്യുന്നില്ല. ഓക്കെ, ആ സെയിം കാര്യമാണ് മൂന്നാമത്തെ ഇതിനകത്ത് വരുന്നത്. പ്രസിഡന്റ് ഓർ ഗവർണർ സാറ്റിസ്ഫൈഡ് ഇൻ ഇൻട്രസ്റ്റ് ഓഫ് സെക്യൂരിറ്റി ഓഫ് സ്റ്റേറ്റ്. ഇയാൾ ഭയങ്കര ഭീകരവാദിയാണ് എന്ന് ബോധ്യപ്പെട്ട് നമ്മുടെ മുമ്പിൽ തന്നെ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, പാകിസ്ഥാൻ കി ജയ് എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് റൈറ്റ് ടു ഹിയറിന്റെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ഈ ആൾക്ക് റൈറ്റ് ടു ഹിയർ ആപ്ലിക്കബിൾ ആവില്ല. ഇനി അതേപോലെ തന്നെ ഇയാൾക്ക് റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹിയർഡ് എന്ന് പറഞ്ഞു, റൈറ്റ് ടു ഹിയർ ഉണ്ടെന്ന് പറഞ്ഞു. റൈറ്റ് ടു ഹിയർ കൊടുക്കാൻ പറ്റില്ലാത്ത സാഹചര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇനി റൈറ്റ് ടു ഹിയർ കൊടുത്തു കഴിഞ്ഞ് എന്തൊക്കെ കിട്ടും, എന്താണ് ഒഫൻസ്, എന്താണ് ഇയാളുടെ പേരിലുള്ള കുറ്റം എന്നുള്ളത് ഇയാൾക്ക് അറിയണം. അതറിഞ്ഞാൽ മാത്രമേ ഇയാൾക്ക് അതിന്റെ കൗണ്ടർ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇയാൾക്ക്. ഇനി രണ്ടാമത്, വിറ്റ്നസിന് എക്സാമിനേഷൻ ചെയ്യാനുള്ള റൈറ്റ്സ് ഇയാൾക്ക് കൊടുക്കണം. ഇപ്പോ ആരെങ്കിലും പറയാണ് ഞാൻ ഇയാൾക്ക് കൈക്കൂലി കൊടുത്തു, കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ മാത്രം പറഞ്ഞാൽ മതിയല്ലോ. ഇയാൾക്ക് എന്തൊക്കെ, ഞാൻ എപ്പോഴാണ് കൈക്കൂലി തന്നതെന്നോ ഞാൻ എങ്ങനെയാണ് അത് വാങ്ങിച്ചതെന്നോ അയാൾ കള്ളമാണ് പറയുന്നതെന്ന് തെളിയിക്കാനുള്ള തരത്തിലുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് വിറ്റ്നസിന്റെ എക്സാമിനേഷൻ നമുക്ക് നടത്താനായിട്ട് ചോദിക്കാം. അതേപോലെ തന്നെ ഈ പറയുന്ന എൻക്വയറി റിപ്പോർട്ടിന്റെ ഒരു കോപ്പിയും ഇയാൾക്ക് ആവശ്യപ്പെടാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ റൈറ്റ് ടു ഹിയർ എന്നുള്ള ആ ഒരു കാര്യത്തിലുള്ളത്. ഓക്കെ, ഇതാണ് ആർട്ടിക്കിൾ 311 പറയുന്നത്. നമുക്കുള്ള റൈറ്റ്സ് എന്നുള്ള കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 311 പറയുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടി നോക്കാം. ആർട്ടിക്കിൾ 311 പറയുന്നത് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പറയുന്നത്. ഒന്ന്, സബോർഡിനേറ്റ് ആയിട്ടുള്ള ഒരു അതോറിറ്റീനെ വെച്ചിട്ട് ഒരിക്കലും നമ്മളെ പിരിച്ചുവിടാനായിട്ട് പറ്റില്ല. രണ്ടാമത്, റൈറ്റ് ടു ഹിയർ ഇതിനകത്തുണ്ട്. ചില സാഹചര്യങ്ങളിൽ റൈറ്റ് ടു ഹിയർ അപ്ലൈ ആവില്ല. റൈറ്റ് ടു ഹിയർ അപ്ലൈ ആയി കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടേണ്ട കുറച്ച് റൈറ്റ്സ് ഉണ്ട്. ആ റൈറ്റ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഒഫൻസ് അറിയുക എന്നുള്ളതും, ഫിറ്റ്നസിനെ പരിശോധിക്കാനുള്ള റൈറ്റും, അതേപോലെ തന്നെ എൻക്വയറി റിപ്പോർട്ടിന്റെ കോപ്പി കിട്ടുക എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആർട്ടിക്കിൾ 311 പഠിക്കാനുള്ളത്. ക്ലിയർ ആയോ? മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർട്ടിക്കിൾ 310, 308, 309, 310, 311 നാലെല്ലാം പഠിച്ചു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നാളെ നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ ക്ലാസ് 8 മണിക്കായിരിക്കും കേട്ടോ. 2 മണിക്കൂർ ക്ലാസ് ഉണ്ടാവും. പ്രിലിംസിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. ടെൻസും റിലേറ്റീവ് പ്രോനൗൺ ആണ് നാളെ ക്ലാസ്സിൽ ഉണ്ടാവും കേട്ടോ. ഞാൻ എങ്ങാനും നാളെ ഗ്രൂപ്പിൽ ഇടാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക. നാളെ ക്ലാസ് ഉണ്ട് 8 മണിക്കാണെന്നുള്ളത്. അതിനനുസരിച്ച് തയ്യാറായേക്കാം കേട്ടോ. ആർട്ടിക്കിൾ 312 വായിക്കി. ഹെഡിങ് നോക്കുക, ഓൾ ഇന്ത്യ സർവീസ് എന്നാണ് ആർട്ടിക്കിൾ 312. ഇത് നിങ്ങൾ കാണാപ്പാഠം പഠിച്ചു വെച്ചേക്കുന്ന ആർട്ടിക്കിൾ ആയിരിക്കും. കഴിഞ്ഞോ? വായിച്ചോ?
വായിച്ചോ? നോക്കുക, ആർട്ടിക്കിൾ 312 ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. അത് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുള്ളൂ, അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കിയിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 312 എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അത് എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, രാജ്യസഭയ്ക്ക് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി 2/3 പ്രസന്റ് ആൻഡ് വോട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു സഭയിൽ പ്രസന്റ് ആയിട്ടുള്ളവരിൽ 2/3 ആൾക്കാരുടെ പിന്തുണയോട് കൂടി ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ ഒന്നോ ഒന്നിലധികമോ ആയിട്ടുള്ള ഓൾ ഇന്ത്യ സർവീസസ് ക്രിയേറ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാനായിട്ട് രാജ്യസഭയ്ക്ക് പറ്റും എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 312 എന്ന് പറയുന്നത്. ആ ഒന്നിലധികമോ എന്നുള്ളതില് ഒരു ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ് ഉൾപ്പെടെ എന്നാണ് പറയുന്നത്. അപ്പൊ അത് നോക്കുക, ഇത് ഇന്ത്യയിൽ നിലവിലില്ലാത്ത ഓൾ ഇന്ത്യ സർവീസ് ഏതാ? ആ ഓൾ ഇന്ത്യ സർവീസ് ആണ് ജുഡീഷ്യൽ സർവീസ്. ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ് നമുക്കിപ്പോ നിലവിലില്ല. ബാക്കിയുള്ള 3 സർവീസുകളും നമുക്ക് ഓൾ ഇന്ത്യ സർവീസ് ആയിട്ട് പരിഗണിക്കുന്നുണ്ട്. ജുഡീഷ്യൽ സർവീസിനെ ഓൾ ഇന്ത്യ സർവീസ് ആയിട്ട് ഇപ്പൊ വന്നിട്ടില്ല നമുക്ക്. അപ്പോ പാർലമെന്റിന്, രാജ്യസഭയ്ക്ക് 2/3 ഉള്ള ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി, വോട്ട് ചെയ്തിട്ടുള്ള റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് ഓൾ ഇന്ത്യ സർവീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള അധികാരം ഉണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 312. അതേപോലെ തന്നെ ഈ പറയുന്ന ജുഡീഷ്യൽ സർവീസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ പോസ്റ്റിനേക്കാളും താഴ്ന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് ആവരുത് ഈ പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ പവർ ആവരുത് ഓൾ ഇന്ത്യ സർവീസിലുള്ള ജുഡീഷ്യൽ സർവീസിന് വരുന്നത് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു അമെന്റ്മെന്റും കാര്യങ്ങളും ഒന്നും വേണ്ട ജുഡീഷ്യൽ സർവീസ് ക്രിയേറ്റ് ചെയ്യാൻ എന്നുള്ളത് കൂടി എഴുതി വെച്ചിട്ടാണ് ആർട്ടിക്കിൾ 312 അവസാനിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം എന്ത് കാര്യം പുതിയതായിട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിലും അവിടെ വേണ്ട ഒരു നടപടിക്രമമാണ് അമെന്റ്മെന്റ് എന്നുള്ളത്. ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള അമെന്റ്മെന്റ് വഴിയേ നമുക്ക് ഭരണഘടനയിൽ എന്തെങ്കിലും എഴുതി ചേർക്കോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ അത് ഓൾറെഡി എഴുതി ബുക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ് നമുക്ക് ഇപ്പോ കൊണ്ടുവരാം, എപ്പോ വേണമെങ്കിലും കൊണ്ടുവരാം എന്നുള്ള ഓൾറെഡി ഒരു ക്ലോസ് എഴുതിയിട്ടിട്ടാണ് ആർട്ടിക്കിൾ 312 തുടങ്ങിയേക്കുന്നത്. കാലം ഇത്രയായിട്ടും ജുഡീഷ്യൽ സർവീസ് വരും, ഉടനെ തന്നെ വരും. ഓക്കെ, കഴിഞ്ഞു, അത്രേ ഉള്ളൂ 312. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോടാ? അനുശ്രീക്ക് ഡൗട്ട് ഉണ്ടോ? യെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചാൽ ഓക്കെ. ഇവിടെ നോക്കുക, ആർട്ടിക്കിൾ 312A എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിള് നമുക്ക് ആദ്യം വരുന്ന സമയത്ത്, കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന സമയത്ത് ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 312 എന്ന് പറയുന്നത്. അതിൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഓഫ് പാർലമെന്റ് ടു വേരി ഓർ റിവോക്ക് കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് ഓഫീസേഴ്സ് ഓഫ് സർട്ടൻ സർവീസസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഭരണഘടന നമുക്ക് എഴുതിണ്ടാക്കിയത് സ്വാതന്ത്ര്യം കിട്ടി ആ ഒരു പീരീഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഭരണഘടന എഴുതിണ്ടാക്കുന്നത്. പക്ഷെ അപ്പോഴും ഇവിടെ കുറെ ഉദ്യോഗസ്ഥര് നിലവിൽ ജോലി ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷ് ഇന്ത്യയിലൊക്കെ ഉള്ള ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർക്ക് എപ്പോ വേണമെന്നുണ്ടെങ്കിലും അവരുടെ പഴയ സിസ്റ്റംസ് ഒക്കെയാണ് വെച്ചിട്ട്, അതായത് നമ്മുടെ ഇപ്പൊ ഗവർണർ ജനറൽമാരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരുടെയൊക്കെ പൊസിഷനൊക്കെ കണ്ടിന്യൂ ചെയ്തൊക്കെ പോയി കഴിഞ്ഞ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 312A എന്ന് പറയുന്നത്. അതായത് പാർലമെന്റിന് ഈ പറയുന്ന ഓഫീസർമാരുടെ എന്തെങ്കിലുമൊക്കെ ഓഫീസർമാർ അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ സർവീസ് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെടുത്താനും മാറ്റം വരുത്താനും റദ്ദ് ചെയ്യാനൊക്കെ അധികാരമുണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 312A എന്ന് പറയുന്നത്. ഓക്കെ,
അതേപോലെ തന്നെ സെയിം ആയിട്ട് വരുന്ന ഏകദേശം സെയിം ആയിട്ട് വരുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 313 എന്ന് പറയുന്ന ട്രാൻസിഷണൽ പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കി ട്രാൻസിഷണൽ പ്രൊവിഷൻസ്, അതായത് ആർട്ടിക്കിൾ 313 എന്താന്ന്. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് റീലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ട്രാൻസിഷൻ എഫക്ട്സ് ഒക്കെ കൊടുക്കൂലേ. അതായത് ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക്, അല്ലെങ്കിൽ ഒരു പിക്ചറിൽ നിന്ന് മറ്റൊരു പിക്ചറിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു മാറ്റം, അതിനെയാണ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ആ ട്രാൻസിഷന്റെ കാര്യങ്ങളാണ് ഇവിടെ ആർട്ടിക്കിൾ 313 പറയുന്നത്. എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭരണഘടനയ്ക്ക് മുമ്പ്, ഭരണഘടന വരുന്നതിന് മുമ്പ് കുറെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങൾ ഈ പറയുന്ന ഓൾ ഇന്ത്യ സർവീസസിൽ അതിന് ശേഷവും ബാധകമാണ്. എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ പാർലമെന്റ് അത് മാറ്റം വരുത്തിക്കോളും. അതാണ് ഈ പറയുന്ന ട്രാൻസിഷണൽ പ്രൊവിഷൻസിൽ പറയുന്ന കാര്യം. Until other provision is made in this behalf under the Constitution, all the laws in force immediately before the commencement of this Constitution and applicable to any public service or any post which continues to exist after the commencement of this Constitution as an all India service or as service or post under the Union of State shall continue in force so far as consistent with the provisions of this Constitution. ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതിനനുസൃതമായിട്ട് ഈ നിയമങ്ങളെല്ലാം തുടരും, വേറൊരു നിയമം ഉണ്ടാക്കുന്നത് വരെ എന്നാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 313 പറയുന്നത്. ട്രാൻസിഷൻ പ്രൊവിഷൻസ്, അതായത് മാറ്റങ്ങൾ എന്നാണ് പറയുന്നത്. മാറ്റം, ട്രാൻസിഷൻ എന്നുള്ളതാണ്. കോൺസ്റ്റിറ്റ്യൂഷന് മുമ്പ് ഉണ്ടായിരുന്ന നിയമങ്ങളൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തുന്നത് വരെ ഇവിടെ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ്. 313. 314 നമുക്ക് പഠിക്കാനില്ല. 314 റിപ്പീൽഡ് ആണ്. 313 വരെ നമുക്കുള്ളൂ. ഓക്കെ, അപ്പൊ നോക്കുക. ആർട്ടിക്കിൾ 308 എന്തായിരുന്നു? ഡെഫിനിഷൻ ഓഫ് എ സ്റ്റേറ്റ് ഇൻ പബ്ലിക് സർവീസ്. 309 എന്തായിരുന്നു? റിക്രൂട്ട്മെന്റ് ആൻഡ് സർവീസ് കണ്ടീഷൻസ്. 310 ടെന്യൂർ ഓഫ് ഓഫീസ്. 311 സേഫ്റ്റി ഓഫ് സിവിൽ സർവീസ് ആണ് 311 പറയുന്നത്. 312 ഓൾ ഇന്ത്യ സർവീസ്. ഡിസ്മിസൽ ആണ് 311 പറയുന്നത്, ശരിയാണ്. 314, പക്ഷെ അത് നമുക്ക് ഒന്നിച്ച് പറയാം. സേഫ്റ്റി ഓഫ് സിവിൽ സർവീസ് എന്ന് പറയാം. നമ്മുടെ ഗവൺമെന്റ് ജോലി സെക്യൂർ ആണെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 311 പ്രകാരമാണ്. 312 ഓൾ ഇന്ത്യ സർവീസ്. 312A സർട്ടൻ ഓഫീസർമാരുടെ കാലാവധിയും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ളത്. 313 ട്രാൻസിഷണൽ പ്രൊവിഷൻസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ പബ്ലിക് സർവീസ് നമുക്ക് പഠിക്കാനായിട്ട്. അപ്പൊ നോക്കാം, ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ നിങ്ങൾ ഇത് ആൻസർ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ചാറ്റ് ബോക്സിൽ ഉത്തരം പറഞ്ഞാൽ മതി. ഈ 311 310 ഒക്കെ എപ്പോഴെപ്പോഴും ചോദിക്കുന്നതാ. ചോദ്യം ഇതാണ്: ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമായ അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. ശരിയാണോ തെറ്റാണോ? ശരി. ഓക്കെ. രണ്ടാമത്തെ, കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. അതും ശരിയല്ലേ? ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒരു അഖിലേന്ത്യാ സർവീസ് ആണ്. അത് ശരിയല്ലേ? ഓക്കെ. കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. അതെങ്ങനെ ശരിയാവുക? തെറ്റല്ലേ? കേന്ദ്ര ഗവൺമെന്റിന് മാത്രമല്ലല്ലോ, നമ്മുടെ ഗവൺമെന്റിനും ഇല്ലേ, സ്റ്റേറ്റ് ഗവൺമെന്റിന്. അപ്പൊ എന്റെ ഉത്തരം ഏതാ വരുന്നത്? 1, 2, 3 ശരി. നോക്കുക, താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ശരിയായ വകുപ്പ് ഏത്? ഓക്കെ, ആർട്ടിക്കിൾ 312 രാജ്യസഭയുടെ പ്രത്യേക അധികാരം. ശരിയല്ലേ? ശരിയാണ്.
309 എന്താ? പാർലമെന്റ് സംയുക്ത സമ്മേളനമാണോ പറയുന്നത്? ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ ആർട്ടിക്കിൾ 309? 309 സർവീസ് കണ്ടീഷൻസും റിക്രൂട്ട്മെന്റും ആണ് പറയുന്നത്. അപ്പൊ അത് തെറ്റ്. ഭരണഘടന ഭേദഗതി എവിടെയാ? അത് നമ്മളിപ്പോ പഠിച്ചില്ലേ? 368 അപ്പൊ ഇവിടെ ആകെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് 312. 2 മാത്രല്ലേ? കണ്ടോ, PSC ഡിഗ്രി ലെവലിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ നിങ്ങൾ ഇത് പഠിച്ചിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ എളുപ്പത്തിൽ കിട്ടും. നോക്ക് അടുത്തത്. സംസ്ഥാന സിവിൽ സർവീസ് സേവനം എന്നത് ഉൾപ്പെടുന്നത് ഏതാണ്? നിയമിക്കപ്പെടുന്ന സംസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നു. ശരിയാണോ? ട്രൂ, ശരിയാണ്. രാജ്യത്തിന്റെ തലസ്ഥാനത്തോ രാജ്യത്തിനകത്തുള്ള മറ്റേതെങ്കിലും സ്ഥലത്തോ ഉള്ള കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിൽ ജോലി ചെയ്യുന്നു. ശരിയോ തെറ്റോ? തെറ്റാണ്. ആരാ പറഞ്ഞ ശരിയാണെന്ന്? രാജ്യത്തിന്റെ തലസ്ഥാനത്ത് എങ്ങനെയാവുന്നത് സംസ്ഥാന സർവീസിലുള്ള ആള്? അതൊക്കെ ട്രൂ എന്ന് പറഞ്ഞവരെ ആദ്യം ഓടിക്കണം കേട്ടോ. തെറ്റാണ് സംശയം. രാജ്യത്തിന്റെ തലസ്ഥാനത്തല്ലല്ലോ, സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണെങ്കിൽ പിന്നെ ഉണ്ട്. ഇതിവിടെ രാജ്യം മാറി സംസ്ഥാനം വന്നു കഴിഞ്ഞാൽ ഓക്കെ, അല്ലെങ്കിൽ ഒക്കെ തെറ്റാണ്. ഇനി മൂന്നാമത്തെ നോക്കുക. അനുവദിക്കപ്പെടുന്ന പ്രത്യേക സംസ്ഥാനത്ത് ജോലി ചെയ്യുന്നു, താൽക്കാലികമായി കേന്ദ്രത്തിലേക്ക് അയക്കപ്പെടുന്നതാണ്. അത് തെറ്റല്ലേ? അത് ഓൾ ഇന്ത്യ സർവീസിലുള്ളവർക്കല്ലേ? ഇന്ത്യൻ ദൗത്യത്തിന് വേണ്ടി വിദേശത്ത് പ്രവർത്തിക്കുന്നു, അത് IFS കാരാ, സെൻട്രൽ സർവീസ് ആണ്. അതും തെറ്റല്ലേ? അപ്പൊ ആകെ A മാത്രല്ലേ ശരി? കിട്ടിയില്ലേ? നോക്കുക. ശരിയായ പ്രസ്താവന ഏതെന്ന് വ്യക്തമാക്കുക. ശ്രേണിപരമായ സംഘടനവും രാഷ്ട്രീയ നിഷ്പക്ഷതയും ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകളിൽ പെടുന്നു. ശരിയാണോ? ശരിയാണ്. അടുത്തത്. കൂട്ടുത്തരവാദിത്തവും വൈദഗ്ധ്യവും ഉദ്യോഗസ്ഥ വൃന്ദത്തെ കാര്യക്ഷമമാക്കുന്നതിന് സഹായിക്കുന്നു. ശരിയാണോ? അതെങ്ങനെ ട്രൂ ആവുന്നത്? കൂട്ടുത്തരവാദിത്തം ഉദ്യോഗസ്ഥ വൃന്ദത്തിനുണ്ടോ? നിങ്ങൾ എന്തായി പറയുന്നത്? എല്ലാവരും ട്രൂ അടിച്ചു വെച്ചേക്ക. കൂട്ടുത്തരവാദിത്തം മിനിസ്റ്റേഴ്സിന് മാത്രമല്ലേ ഉള്ളൂ. ലോക്സഭ, രാജ്യസഭ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനുള്ള കാര്യമല്ലേ? കൂട്ടുത്തരവാദിത്വം ഇല്ല. കൂട്ടുത്തരവാദിത്വം ഇല്ല എന്ന് പറയുമ്പോൾ ഇവിടെ ആൻസർ കിടക്കുന്നുണ്ട് ഓപ്ഷൻ. ഇവിടെ നിങ്ങൾ പഠിച്ചതല്ലേ, നിങ്ങൾ പഠിച്ച കാര്യത്തില് നമ്മൾ ആ ഒരു ലിസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ വൈദഗ്ധ്യം വേണമെന്നല്ലേ പഠിച്ചില്ല. അതിനകത്ത് എവിടെയെങ്കിലും കൂട്ടുത്തരവാദിത്തം കണ്ടിരുന്നോ? കൂട്ടുത്തരവാദിത്തം ഇല്ല. കൂട്ടുത്തരവാദിത്തം എന്ന് പറയുന്നത് നമ്മളിപ്പോ ജോലിക്ക് കയറി, നമ്മൾ ബാക്കിയുള്ളവരെ നോക്കിയിട്ടാണോ നമ്മള് നമ്മുടെ ജോലി പോണതും കാര്യങ്ങളൊക്കെ? കൂട്ടുത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒരു മിനിസ്റ്റർ അയാൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ബാക്കിയുള്ളവരും കൂടി ഉത്തരം പറയേണ്ട അവസ്ഥ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ലോക്സഭയുടെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയും. എല്ലാവരും കൂടി ഒന്നിച്ച് നിൽക്കുക എന്നുള്ളതാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഇത്. അതിനകത്ത് വരുന്ന കൂട്ടുത്തരവാദിത്തം ഇവിടെ ഒരിക്കലും നമുക്ക് വരില്ല. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എംപവേഴ്സ് ദ ഗവർണർ ഓഫ് കേരള ടു കേരള സിവിൽ സർവീസ്? റൂൾസ് 1960. നോക്ക്, ചോദ്യം വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്ക്. നമ്മൾ കണ്ട കാര്യേ അല്ല. ടെന്യൂർ ഓഫ് ഓഫീസോ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് സർവീസ് കണ്ടീഷൻസ് കാര്യങ്ങളൊന്നും അല്ല ചോദിച്ചേക്കുന്നത്. അതിന്റെ ഇടയിൽ കിടക്കുന്ന കാര്യമാണ് ചോദിച്ചേക്കുന്നത്. ഏത് ആർട്ടിക്കിൾ ആണ് കേരള സിവിൽ സർവീസ് പ്രകാരം റൂൾസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഗവർണർക്ക് അനുവാദം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഗവർണർക്ക് അനുമതി കൊടുക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 309. അവിടെ മാർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടി. അല്ലെങ്കിൽ കിട്ടുമോ? കിട്ടൂല, ഉറപ്പായിട്ടും കിട്ടൂല.
ആനന്ദ സിദ്ധാന്തം ഇതായിരുന്നു ഡോക്ടറിൻ ഓഫ് പ്ലഷർ. ആനന്ദ സിദ്ധാന്തം എന്നായിരുന്നു അതിന്റെ മലയാളം. വിച്ച് പ്രൊവിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കിടക്കുന്നു? ആനന്ദത്തിന്റെ സിദ്ധാന്തം പ്രതിഫലിക്കുന്നത് ഏതാണ്? മലയാളം പഠിക്കുന്ന കുട്ടികളെ ദൈവം രക്ഷിക്കട്ടെ. ബ്രഹ്മാനന്ദ ശിവയോഗി ഓപ്ഷനിൽ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ഈ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നോക്കുക. ബ്രഹ്മാനന്ദ ശിവയോഗിന്ന് കാണുന്നില്ല. ഇനി അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെയാണോ എഴുതി വെച്ചേക്കുന്നത്? 310 311 എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല, നമുക്ക് കിട്ടൂല ഡോക്ടർ ഓഫ് പ്ലഷർ എന്താണ് എന്നുള്ളത് അറിഞ്ഞില്ലെങ്കിൽ. അതുകൊണ്ടാണ് നിങ്ങളോട് ഇംഗ്ലീഷിൽ കൂടി പഠിക്കും മക്കളെ എന്ന് പറഞ്ഞ് ഞാൻ ഈ പുറകെ നടക്കുന്നത്. ട്രാൻസ്ലേഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ ഡോക്ടർ ഓഫ് പ്ലഷർ? അതറിയില്ലാണ്ട് നിങ്ങൾ മലയാളത്തിൽ ആനന്ദ സിദ്ധാന്തം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമോ? അറിയുന്ന കാര്യം കൂടി കിട്ടൂലല്ലോ, ഉള്ള മാർക്ക് കൂടി പോകും. ആർട്ടിക്കിൾ ഏതാണ് ഡോക്ടർ ഓഫ് പ്ലഷർ? ആർട്ടിക്കിൾ 310. കേരള സർവീസ് റൂൾസ് കേരള നിയമസഭ പാസാക്കിയത് ഭരണഘടനയിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? ആർട്ടിക്കിൾ 309. സംശയമില്ല, നമ്മളിന്ന് പഠിച്ച കാര്യമാണ്. ഭയങ്കര സിമ്പിൾ ആണ്. ഇവിടെ നോക്കുക, താഴെ പറയുന്നവയിൽ ഏത് വിഭാഗം ഉദ്യോഗസ്ഥരാണ് കേരള സബോർഡിനേറ്റ് സർവീസ് വിഭാഗത്തിൽ പെടുന്നത്? ഇത് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏത് വിഭാഗം ഉദ്യോഗസ്ഥരാണ് കേരള സബോർഡിനേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ആക്ച്വലി നമ്മളെല്ലാവരും സബോർഡിനേറ്റ് സർവീസിൽ ഉള്ളവർ തന്നെയാണ്. എല്ലാവരും സബോർഡിനേറ്റ് സർവീസിൽ ഉള്ളതാണ്. ഇവിടെ സബോർഡിനേറ്റ് സർവീസിന് പകരമായിട്ട് കേരള സ്റ്റേറ്റ് സർവീസ്, കേരള സ്റ്റേറ്റ് സർവീസ്, സംസ്ഥാന സർവീസ് എന്നുള്ള കാര്യം വന്നിരുന്നെങ്കിൽ താഴെ തന്നിരുന്നതിൽ ഏതായിരിക്കും ഉത്തരം വരിക? നിങ്ങളോടാണ് ചോദ്യം. ഞാൻ അവിടെ സബോർഡിനേറ്റ് എന്നുള്ളത് മാറ്റി സ്റ്റേറ്റ് സർവീസ് ആക്കി. കേരള സ്റ്റേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ ബി ആണോ, ഓപ്ഷൻ സി ആണോ, ഓപ്ഷൻ ഡി ആണോ? അവിടെ ഓപ്ഷൻ സി വന്നിട്ടുണ്ട്, ഓപ്ഷൻ ഡി വന്നിട്ടുണ്ട്. വേറെ ഏതൊക്കെയുള്ള? സി, ഓപ്ഷൻ ബി ആൻസർ ഉള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഓക്കെ, ബി ആരുമില്ല. ബി സി രണ്ടു വന്നു. 4 ഓപ്ഷൻസ് മാത്രമല്ലല്ലോ, ഇവിടെ 4 ഓപ്ഷൻ അല്ലേ ഉള്ളൂ. ഞാൻ ചോദ്യത്തിന്റെ ഇത് പറ, ഞാൻ ചോദിക്കുന്നതിന്റെ ഉള്ളിൽ 4 അല്ലല്ലോ എന്ന് ചോദിച്ചിട്ട് വരല്ലേ. ഞാൻ ചോദിച്ച ചോദ്യം എന്താ? കേരള സബോർഡിനേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ് എന്നുള്ളതാണ് 4 ഓപ്ഷൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഞാൻ ആ സബോർഡിനേറ്റ് എന്നുള്ളത് വെട്ടിക്കളഞ്ഞു. എനിക്ക് സബോർഡിനേറ്റ് വേണ്ട, ഞാൻ അവിടെ വേറൊരു വാക്ക് ചേർക്കുവാണ്. കേരള സ്റ്റേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ആരാണ് എന്നാണ് ഞാൻ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് വരുന്നത് ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ ബി ആണോ, ഓപ്ഷൻ സി ആണോ, ഓപ്ഷൻ ഡി ആണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ബിയും സിയും ഉത്തരം പറഞ്ഞ ആളുകളുണ്ട്. ആക്ച്വലി 4 വരും കേരള എന്നുള്ളത് കൊണ്ട്. ഓക്കെ, 4 വരും. ബി സി ഡി വരും എന്ന് പറയുന്നുണ്ട്. ബി സി ഡി. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഇതേപോലെ ഒരു ചോദ്യം ഇനി വരുവാണെന്നുണ്ടെങ്കിൽ ഉത്തരം തെറ്റിച്ച് കളയരുത്. ഇവിടെ നമുക്ക് നേരത്തെ പഠിച്ചു കേരള സ്റ്റേറ്റ് സർവീസ്. അത് പഠിച്ചു, മര്യാദയ്ക്ക് പഠിച്ചവർക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവും. നോക്ക്, ഞാൻ എന്താ അത് പറഞ്ഞേ, നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുന്നെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന സർവീസുകളാണ് സ്റ്റേറ്റ് സർവീസ് എന്ന് പറഞ്ഞു.
അപ്പൊ ആ സ്റ്റേറ്റ് സർവീസുകൾ ഒക്കെ നമ്മൾ നോക്കിയേ ഒരു സ്റ്റേറ്റ് സർവീസുകൾ ഒക്കെ കണ്ടില്ലേ. എവിടെ സ്റ്റേറ്റ് സർവീസ്, സിവിൽ സർവീസ്, പോലീസ് സർവീസ്, ഫോറസ്റ്റ്, അഗ്രികൾച്ചർ സർവീസ്, മെഡിക്കൽ സർവീസ്, ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ കിടക്കുന്നത് എന്താ, അവരുടെ സർവീസുകൾ കിടക്കുന്നുണ്ട്. ഒറ്റ വാക്കിലല്ലേ അത് കിടക്കുന്നത്. അപ്പൊ ഇതിന്റെ മുമ്പിൽ ചേർത്ത് കേരള എന്ന് ചേർത്ത് കഴിയുമ്പോൾ എന്താ വരുന്നത്? കേരള സിവിൽ സർവീസ്, കേരള പോലീസ് സർവീസ്, കേരള ഫോറസ്റ്റ് സർവീസ്, കേരള അഗ്രികൾച്ചർ സർവീസ്, അങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കിടക്കുന്നത് നോക്കിയേ. ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പേര് പൂർണ്ണമായിട്ടുള്ള ഒരു കാര്യമല്ലേ കിടക്കുന്നത്. എല്ലാത്തിന്റെയും ഒപ്പം ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പൂർണ്ണമായിട്ടുള്ള പേരാണ് കിടക്കുന്നത്. കേരള മെഡിക്കൽ സർവീസ്, കേരള വെറ്റിനറി സർവീസ്, കേരള ഫിഷറി സർവീസ്. ആ സെയിം കാര്യം തന്നെയല്ലേ ഇവിടെ കിടക്കുന്നേ. നോക്ക്, കേരള ട്രഷറി സർവീസ് അത് വരൂലേ, കേരള സ്റ്റേറ്റ് സർവീസിൽ വരൂലേ. കേരള വാട്ടർ ട്രാൻസ്പോർട്ട് സർവീസ് വരൂലേ. കേരള റവന്യൂ സർവീസ് വരൂലേ. ഞാൻ ചോദിച്ചത് മനസ്സിലായോ? കേരള സ്റ്റേറ്റ് സർവീസ് എന്താണ് എന്നുള്ളത് മനസ്സിലായോ? ഒരു പൂർണ്ണമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ പേര് അതിന്റെ കൂടെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് മൊത്തം സ്റ്റേറ്റ് സർവീസ് ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കണ്ടേ. ഈ ചോദ്യം പലരും കാണാപ്പാഠം പഠിച്ചു വെച്ചേക്കുക. എന്താണ് എന്നുള്ളതൊന്നും അറിയില്ലാണ്ട് കാണാപ്പാഠം പഠിച്ചു വെച്ചേക്കുക. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കേരള സബോർഡിനേറ്റ് സർവീസ് വിഭാഗത്തിൽ? ഓ, ഇതിനകത്തുള്ള ഓപ്ഷൻ എന്തായാലും കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ് ആണ്. എന്നത് അങ്ങനെ തന്നെ കാണാപ്പാഠം പഠിച്ചു വെച്ചേക്കാം. ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും സബോർഡിനേറ്റ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ് എന്നാണ്. അങ്ങനെ പഠിച്ചു വെച്ചേക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇതില് ഞാൻ ചോദിച്ച ചോദ്യം കേരള സ്റ്റേറ്റ് സർവീസ് ഇതിനകത്താണ് വരുന്നതെന്ന് ചോദിച്ചു. അതിന്റെ ഉത്തരം നമുക്ക് ബി, സി, ഡി ഈ മൂന്നെണ്ണം ആണ് വരിക. ഇതിനകത്ത് ആരെങ്കിലും ഡൗട്ട് ഉണ്ടാവും എങ്ങനെയാണ് ബി, സി, ഡി സ്റ്റേറ്റ് സർവീസിൽ വന്നതെന്നുള്ളതിന്? ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആദ്യം നല്ല വടി എടുത്തിട്ട് അടിക്കണം. കാരണം ഇന്നലെ പഠിച്ച കാര്യം നിങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കിട്ടാത്തത്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ് എന്നാണ്. ഇതിനെങ്ങനെ നമുക്ക് ഈ പറഞ്ഞ കേരള സബോർഡിനേറ്റ് സർവീസ് എന്നുള്ളത് മാറ്റി കേരള സ്റ്റേറ്റ് സർവീസ് ആക്കാം? എല്ലാ ഐഡിയ ഉണ്ടോ? എടാ, ഈ മിനിസ്റ്റീരിയൽ എന്നുള്ളത് വെട്ടിക്കളഞ്ഞാൽ അത് സ്റ്റേറ്റ് സർവീസ് ആയി. കേരള ജുഡീഷ്യൽ സർവീസിന് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് സ്റ്റേറ്റ് സർവീസ് ആണ്. അവിടെ മിനിസ്റ്റീരിയൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലർക്കുമാര് ഒക്കെ ജോലി ചെയ്യുന്ന ഇതിനാണ്. അതായത് ഇപ്പൊ കേരള പോലീസ് സർവീസ് എന്ന് പറയില്ലേ, കേരള പോലീസ് സർവീസ് സ്റ്റേറ്റ് സർവീസാ. പക്ഷെ അതിനകത്ത് തന്നെ മിനിസ്റ്റീരിയൽ ഉണ്ട്, കേരള പോലീസ് മിനിസ്റ്റീരിയൽ സർവീസ് ഉണ്ട്. ക്ലർക്കുമാര് കൂടി അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനെ ആ ക്ലറിക്കൽ പോസ്റ്റ് കൂടി വരുമ്പോഴാണ് ഇത് മിനിസ്റ്റീരിയൽ സർവീസ് എന്നുള്ള ഇതിനകത്തേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ അത് സബോർഡിനേറ്റ് സർവീസിന്റെ കീഴിലേക്കാണ് പോകുന്നത്. മനസ്സിലായോ? മിനിസ്റ്റീരിയൽ എന്ന് പറഞ്ഞ വാക്ക് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് വേറെ ഒന്നുമില്ല, ക്ലർക്കുമാരുടെ അല്ലെങ്കിൽ സബോർഡിനേറ്റ് ആയിട്ടുള്ള സർവീസ് ഉണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലർക്സ് അതിനകത്ത് വരുന്നുണ്ട് എന്നൊക്കെ ആണ് അതിനകത്ത് വരുന്നത്, മിനിസ്റ്റീരിയൽ സർവീസിന്റെ കീഴിലേക്ക് വരുന്നത്. അപ്പൊ ഇവിടെ ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഏത് വരും? അത് സബോർഡിനേറ്റ് സർവീസിന്റെ കീഴിലേക്ക് വരും. ബാക്കിയുള്ള ഇതിനെ സ്റ്റേറ്റ് സർവീസിലേക്ക് മാറ്റാനായിട്ട് മിനിസ്റ്റീരിയൽ എന്നുള്ളിടത്ത് മാറ്റിയാൽ മതി. ഈ സെയിം കാര്യം തന്നെ ഇവിടെ വരൂലേ. കേരള ട്രഷറി മിനിസ്റ്റീരിയൽ സർവീസ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് സബോർഡിനേറ്റ് ആയി. ആ സെയിം കാര്യം വേറെ എന്തെങ്കിലും ടേം വെച്ചിട്ട് ഇവിടെ റവന്യൂ സർവീസിന്റെ ഒപ്പം ചേർത്ത് കഴിഞ്ഞാൽ അത് സബോർഡിനേറ്റ് ആയി. മനസ്സിലായോ? സബോർഡിനേറ്റ് എന്താണ്, മിനിസ്റ്റീരിയൽ എന്താണ്, സ്റ്റേറ്റ് സർവീസ് എന്താണ് എന്നുള്ളത്. ഓക്കെ, അത് ക്ലിയർ ആയെങ്കിൽ ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. നോക്കുക, താഴത്ത് കൊടുത്തിരിക്കുന്നതിൽ ഏത് സർവീസാണ് കേരള സിവിൽ സർവീസ്?
നിയമം 1960 ഷെഡ്യൂളിൽ 1 ഉൾപ്പെടുത്താത്തത് ഏതാണ് എന്നാണ്. കേരള അഗ്രികൾച്ചർ സർവീസ് സ്റ്റേറ്റ് സർവീസ് ആണോ അല്ലയോ? സ്റ്റേറ്റ് സർവീസ് ആണോ അല്ലയോ? ആണ്. കേരള അനിമൽ ഹസ്ബൻഡറി സർവീസ് സ്റ്റേറ്റ് സർവീസ് ആണോ അല്ലയോ? കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസ് സ്റ്റേറ്റ് സർവീസ് ആണോ അല്ലയോ? ആണ്. ആണോ? അല്ല. അവിടെയാണ് തെറ്റ്. നമുക്ക് ലാസ്റ്റ് ഗ്രേഡ് എന്ന് പറഞ്ഞ പരീക്ഷയില്ലേ, ഇത് സബോർഡിനേറ്റ് സർവീസ് ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു സ്റ്റേറ്റ് സർവീസ് എന്നുള്ളത് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ പേര് അതിന്റെ കൂടെ ഉണ്ടാവും. അഗ്രികൾച്ചർ, ആർക്കിടെക്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ പേര് അതിന്റെ കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതാണ് സ്റ്റേറ്റ് സർവീസ്. അല്ലാത്തതൊക്കെ സബോർഡിനേറ്റ് സർവീസിലേക്കാണ് വരുന്നത്. ലാസ്റ്റ് ഗ്രേഡ് സർവീസ് ഇതൊക്കെ LGSന്റെ ഇതൊക്കെ വരുന്നത് സബോർഡിനേറ്റ് സർവീസിന്റെ കീഴിലാണ് വരുന്നത്. അപ്പൊ ഇവിടെ കേരള ആർക്കിടെക്ചറൽ സർവീസ്. അപ്പൊ ഇതിനകത്ത് ഇല്ലാത്തത് ഏതാ? സ്റ്റേറ്റ് സർവീസിൽ ഇല്ല. കേരള സിവിൽ സർവീസിൽ വരാത്തത് ഏതാ? കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസ്. അങ്ങനെ സാധനം ഇല്ല. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഇട്ടിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് PDF ഷെയർ ചെയ്ത് തരാം, നിങ്ങൾ ചെയ്ത് നോക്കുക. ക്ലാസ് 10:15 നിർത്താൻ പോവാ. ടോപ്പിക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ഗുഡ് നൈറ്റ്.